Romans 6:6 is a death certificate of human race. റോമർക്ക് എഴുതിയ ലേഖനം 6:6 നമ്മുടെ മരണ സർട്ടിഫിക്കറ്റ് ആണ്. ടൈറ്റിൽ വളരെ പ്രധാനമല്ലേ, നമ്മുടെ മരണ സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് ജീവിച്ചിരിക്കുമ്പോഴേ എഴുതി തരുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. റോമർക്ക് എഴുതിയ ലേഖനം 6:6 എങ്ങനെയാണെന്ന് വായിക്കുന്നതെന്ന് നോക്കാം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. എന്തുണ്ടാ, നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. എന്തുകൊണ്ട്? ഇനി പാപത്തിന് അടിമയാകരുത്. എന്ത്? എൻ്റെ ശരീരം. പാപശരീരത്തിന് നീക്കം വരണം. ഈ പാപത്തിൻ്റെ ശരീരം, അതായത് പാപത്തിൻ്റെ സ്പിരിറ്റ്, ആദത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നെങ്കിൽ മരിച്ച ആത്മാവാണ്. എന്നിൽ ഉള്ളിൽ ആത്മാവില്ല, ജീവനുള്ള ആത്മാവില്ലാത്തതിനാൽ ദേഹിയും ദേഹവും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ക്രിസ്തുവിനെ സ്വീകരിച്ച നിമിഷത്തിൽ എനിക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഒരു ഐഡൻറ്റിറ്റി സ്വാപ്പ്, അല്ലെങ്കിൽ എനിക്കൊരു ആൾമാറാട്ടം നടന്നതിനാൽ ഞാനാകുന്ന വ്യക്തി മരിച്ചുപോയി. അപ്പം ജീവിച്ചിരിക്കുമ്പോൾ എനിക്കൊരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഐ എം ഡെഡ്. ക്രിസ്തുവിനെ സ്വീകരിച്ച നിമിഷത്തിൽ യഥാർത്ഥത്തിൽ ആത്മാവിൽ പുതിയ സൃഷ്ടിയായി. അതുകൊണ്ടാണ് വചനത്തിൽ പരിശുദ്ധാത്മാവിൽ പിതാവാം ദൈവം പറയുന്നത്, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന്. അത് സങ്കീർത്തനത്തിൽ 2 പറയുന്നുണ്ട്. ഇത് പുതിയ നിയമമല്ല, പഴയ നിയമത്തിൽ സങ്കീർത്തനം 2 പറയുന്നു, ഇന്ന് ഞാൻ നിന്നെ പുതുസൃഷ്ടി. അതായത് നമ്മളെ പുതുതാക്കാൻ വേണ്ടി ദൈവം കിടന്ന് കഷ്ടപ്പെടുന്നു. 2 സങ്കീർത്തനം എന്താ പറയുന്നത്? ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, എൻ്റെ മുൻപോട്ട് കയറുകയാണ്. സങ്കീർത്തനം 2:6 എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. നിന്നെ നമ്മളെ ജനിപ്പിക്കുക എന്ന് പറയുമ്പം നമുക്കതായാലും ഒക്കത്തില്ല, നമുക്ക് ജനിപ്പിക്കാൻ ഒക്കുമോ? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവം നമ്മളെ ജനിപ്പിക്കുക എന്ന് പറയുമ്പം സിയോൻ്റെ മക്കൾക്കുള്ളതാണ് ഈ അവകാശം, എല്ലാവർക്കും ഇല്ല. ഇതൊന്നും ആത്മാവില്ലാത്തവരോട് പറയാൻ പോലും ശ്രമിക്കണ്ട. പിന്നെ കൃപയിൽ ദൈവമേ അവർ ഞങ്ങളെ പേടകത്തിനകത്ത് സൂക്ഷിക്കുകയെന്ന് പ്രാർത്ഥിക്കുകയാണ് ആവശ്യം. ബിക്കോസ് വി ആർ എ ഡിഫറെൻറ്റ് റേസ് നൗ. പുതിയൊരു സൃഷ്ടിയായി മാറുക എന്ന് പറയുന്നത്, എനിക്കൊരു ഡെത്ത് സർട്ടിഫിക്കറ്റ് തരുന്നു, ഞാനാകുന്ന പഴയ വ്യക്തി മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിന് ഇത് മനസ്സിലാക്കാൻ പാടാണ്. ബട്ട് ഇത് അബ്സല്യൂട്ട് ട്രൂത്താണ്. സ്വർഗ കോടതിയിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞു. ക്രൂശ് മരണം അതാണ് ചെയ്തത്. ആദം മരിച്ചെന്ന് നമുക്ക് എല്ലാവർക്കും. ആദം പാപം ചെയ്തു, മരണം വന്നു. എന്നാൽ 2-ാം ആദമാവുന്ന യേശുക്രിസ്തു വന്നു, നമ്മുടെ മരണത്തെ മാറ്റി നിത്യജീവൻ തന്നു എന്ന് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മളീ മനസ്സിലാക്കേണ്ടത്, എൻ്റെ പാപത്തിൻ്റെ സകല സ്വഭാവത്തോടുകൂടി ഞാൻ എന്നെ കുഴിച്ചിട്ട് കഴിഞ്ഞപ്പം എനിക്ക് പുതിയ ആദമാവുന്ന ക്രിസ്തുവാണ് എന്നിൽ കൂടെ ജീവിക്കുന്നതെങ്കിൽ പഴയ സ്വഭാവത്തിനും പഴയ സർട്ടിഫിക്കറ്റിനും ഒക്കെ എന്നെ പ്രസക്തിയാണ്, ഒരു ഗുണമില്ല. കിടന്നുകൊണ്ട് നമ്മളിലൊരു അതായത് അതൊരു പുതിയ സൃഷ്ടിയാക്കുക എന്ന് പറയുമ്പം എനിക്കും നിങ്ങൾക്കും ഒക്കത്തില്ല. ഇത് പരിശുദ്ധാത്മാവും ദൈവവും തീരുമാനിക്കാതെ ഒരിക്കലും ഒക്കത്തില്ല. അത് ചെയ്തിരിക്കുന്ന വ്യക്തികൾ, അത് നമുക്ക് ലഭിച്ച വ്യക്തികളാണ്. അതുകൊണ്ടാണ് നമുക്കൊരു പുതിയ ജീവിതം ദൈവം തന്നിരിക്കുന്നത്. അതാണ് ബോൺ അഗെയിൻ എന്ന് പറയുമ്പം. ഈ 1 പത്രോസിൻ്റെ ഏകദേശം 1-ാം അധ്യായത്തിൻ്റെ തന്നെ 3-4 വാക്യത്തിൽ, അതായത് 1 പത്രോസിൻ്റെ 1:3 3-4 വായിക്കുക. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വിളിച്ചിരിക്കുന്നു. പിന്നെ അവസാനം അതിൻ്റെ കുറച്ചുകൂടെ കഴിഞ്ഞേച്ച് ബാക്കി എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും എന്താണ്? സ്വർഗത്തിൽ ഉള്ളതാണ്. ഇപ്പം സ്വർഗീയ കാര്യം, പുതിയ സിയോൻ്റെ മലയിലെ നിയമമാണ് ഞാനിപ്പോൾ പറയാൻ വന്നത്. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. ക്ലിയർ അല്ലേ? വീണ്ടും ജനിച്ചിരിക്കുന്നതിന് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതായ ഒരവകാശം, നിത്യമായ അവകാശം. എപ്പോഴാ?
വെൻ യു ഗെറ്റ് എ ഡെത്ത് സർട്ടിഫിക്കറ്റ് വിമല യു ആർ ഡെഡ്. ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നിൻ്റെ ആദ്യം മരിച്ചു, നീ മരിച്ചു എന്ന്. അപ്പം എൻ്റെ കയ്യിലൊരു ഡെത്ത് സർട്ടിഫിക്കറ്റ് തന്നെന്നേ. ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് വീട്ടിനെ പതിച്ച് വെക്കണം. അപ്പോൾ പക്ഷെ അതിനോടുകൂടെ ക്ഷയം, മാലിന്യം, വാട്ടം ഒന്നും ഇല്ലാത്ത ഒരു പുതിയ ജീവനെ എനിക്ക് തന്നതിൻ്റെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റും തന്നു. ആർക്ക് ചെയ്യാനൊക്കെ? ആർക്ക് ചെയ്യാനൊക്കെ? ദൈവത്തിനല്ലാതെ എത്ര പേർ. അപ്പോൾ ഒന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ്, പഴയ ആദം മരിച്ചെന്നേ. നമ്മൾ ചിലപ്പോൾ പറയുന്നത് എൻ്റെ പഴയ സ്വഭാവം അങ്ങനെയായിരുന്നു. പഴയ സ്വഭാവം എനിക്ക് ദേഷ്യമുള്ളൂ, ഞാനിപ്പോൾ ദേഷ്യപ്പെടാറേയില്ല. ദേഷ്യപ്പെടുന്നെങ്കിൽ തന്നെ ഉടനെ അല്പം ഉള്ളിൽ ദേഷ്യം വന്നാൽ തന്നെ പരിശുദ്ധാത്മാവ് വഴക്ക് പറയും. അങ്ങനെ നിന്നോട് പറഞ്ഞു, അങ്ങനെ പറയാൻ പറഞ്ഞില്ല. അപ്പം നമ്മൾ ഉടനെ തന്നെ വീണ്ടും തന്നെ മാറ്റും നമ്മൾ. കാരണം നമുക്ക് ആ ഒരു പുതിയ വ്യക്തിക്ക് അത്, പുതിയ ആദത്തിനത് പിടിക്കുന്നില്ല. പുതിയ ആദമാവുന്ന ക്രിസ്തുവിൻ്റെ സ്വഭാവം എല്ലാത്തിനെല്ലാം യേശു താക്കീത് ചെയ്ത് മാറ്റുന്നതായിട്ടാണ്. അപ്പം നമ്മളോട് പ്രത്യേകം പറയുന്ന ഈ പത്രോസി പറയാം, പത്രോസി പറയുന്നത്, ഇപ്പം ഞാൻ 5-ലാണ് വായിക്കുന്നത്. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിന്, അതെന്താ? നിത്യാവകാശമല്ലേ, നിത്യരക്ഷ, നിത്യജീവൻ തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഞാൻ വീണ്ടും ജനിച്ച വ്യക്തിയാണ്. ഇത് ഞാനൊരു സത്യം പറയാം, പരിശുദ്ധാത്മാവ് ചെയ്യേണ്ടിയ ക്രിയകൾ നമ്മൾ പറഞ്ഞാലും ഒരാളെ ഫോഴ്സ് ചെയ്ത് മാറ്റാൻ ഒക്കത്തില്ല, എത്ര വിചാരിച്ചാലും. ഇവൻ നമ്മളെപ്പോലും മാറ്റാം. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുക, ഈ ഇച്ഛയിടുന്നത് തന്നെ ദൈവമാണ്. ഇതിപ്പോൾ പറയിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. പക്ഷെ ഇത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ കർത്താവിൻ്റെ ആത്മാവ് 2 ക്രോണിക്ക് 2 ദിനവൃത്താന്തം 16:9 പറയുന്നുണ്ട്, എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവ് തീക്ഷ്ണമായിട്ട് ആരുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് നോക്കി ഊടാടി നടക്കുകയാണ്. രാവിലെ തോറും, പകൽ തോറും, രാത്രി തോറും ആരുടെ ആത്മാവ് ദൈവത്തിലേക്ക് ആകർഷിക്കുന്നു ആ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് പ്രവർത്തിക്കും. കാരണം സർവ്വവ്യാപിയായ പരിശുദ്ധാത്മാവിന് ഇതെല്ലാം അറിയാം. അപ്പം ലോകം എത്ര ദുഷ്ടതയ്ക്ക് പോകുന്നത് മനുഷ്യൻ ജഡത്തിൽ ചെയ്താലും ഉപരിയായിട്ടൊരു ശക്തിയുണ്ട്, അത് ദൈവമാണ്. ദൈവം നിന്നെ കണ്ടു എങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ ഒരു കാര്യമില്ല. കർത്താവ് തിരഞ്ഞെടുത്തോ, നിന്നെ തിരഞ്ഞെടുത്തത് തന്നെ. അതൊരു വലിയ, എന്നെ വിളിച്ചവൻ ആരെന്ന് എനിക്കറിയാം, എൻ്റെ അപ്പൻ ആരെന്ന് എനിക്കറിയാം, ഏത് കുടുംബത്തിലാണെന്ന് എനിക്കറിയാം. അതെൻ്റെ ഓരോ സെല്ലിൻ്റെ DNA മാറി, എൻ്റെ സിറ്റിസൺഷിപ്പ് മാറി, എൻ്റെ വ്യക്തിത്വം മാറി, എൻ്റെ പേഴ്സണാലിറ്റി മാറി, എൻ്റെ സ്വഭാവം മാറി. എന്നെ വിളിച്ചവനായ നിത്യജീവൻ്റെ ഉടമസ്ഥനായ യേശുക്രിസ്തു അവനെ തന്നെ എനിക്ക് തന്നതിനാൽ, അവൻ്റെ ജീവനാകുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നതിനാൽ ഞാൻ ജീവനുള്ള ആത്മാവായി മാറി. എൻ്റെ ശരീരത്തിന് പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് ഇനി നീങ്ങാനൊക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ഒരിടത്ത് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട, പരിശുദ്ധാത്മാവ് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ മിണ്ടാതിരിക്കും, പരിശുദ്ധാത്മാവ് പറയാൻ പറഞ്ഞാൽ പറയും. അപ്പം മറ്റുള്ളവർക്ക് നമ്മുടെ മേലെ അധിക കർത്തൃത്വം ഇല്ല. അതുകൊണ്ടാണല്ലോ ക്രിസ്ത്യാനിയെ മാറ്റാൻ ഒരിക്കലും ആർക്കും വഴങ്ങാത്ത ഒരു കൂട്ടമാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അവൻ്റെ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ദൈവത്തോടാണ്. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻസിനെ എല്ലായിടത്തും കൊല്ലുന്നതെന്ന് ചോദിച്ചാൽ വേറൊരു ജാതിയാണത്, ഒരു പുതിയ ജനം, എൻ്റെ ജനമെന്ന് പറയുന്നത്. ഇതൊക്കെ ആത്മീയ ഗോളത്തിൽ ഇത് ഞാനീ പറയുമ്പോഴും സ്വർഗമണ്ഡലത്തിൽ ഇതിനു വേണ്ടി യുദ്ധം ചെയ്യണം. പക്ഷെ ആരെനിക്ക് വേണ്ടി പറയുമെന്ന് യേശു ചോദിക്കുമ്പോൾ നമ്മൾ മർമ്മങ്ങൾ, സത്യങ്ങൾ വിളിച്ചു പറയുക. അത് ചിലപ്പോൾ ഒരാത്മാവിനെ ആയിരിക്കും തൊടുന്നത്, ഒറ്റ ആത്മാവ്. അതായത് നമ്മൾ വാണ്ടർ ചെയ്യാണ്, എവിടെയാണ് ഞാൻ, എൻ്റെ ജീവിതം മുഴുവൻ കഷ്ടത്തിനും പ്രയാസവും ദുഷ്ടതൻ്റെ എന്നെ അങ്ങ് ഉപദ്രവിക്കുന്നു. പക്ഷേ എനിക്കറിയാം എൻ്റെ കൂടെ നിൽക്കുന്നത് യേശുവാണെങ്കിൽ അവസാനം എനിക്കൊരു ജയമുണ്ട്, ഞാൻ ഭയപ്പെടേണ്ട, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകളാണ് എന്നുള്ള ബോധം വരുമ്പോഴത്തേക്ക് ചങ്ങലകളെല്ലാം പൊട്ടിപ്പോവും. പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അതിന് സ്വാധീനമില്ല, അതവിടെ കാണും, പക്ഷെ നമ്മളെ മേൽ തൊടൂല. അതാണല്ലേ ഇവൻ നമ്മൾ ഈ യുദ്ധക്കളത്തിലൊക്കെ, ഈ ഇറാൻ്റെ യുദ്ധത്തിലൊക്കെ ഒരു പൈലറ്റ്, ഒരു അമേരിക്കൻ പൈലറ്റ് അവരുടെ സ്ഥലത്ത് വീണിട്ട് ഏകദേശം 42-44 കിലോമീറ്റർ അവരുടെ കണ്ണിൽപ്പെടാതെ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് ദൈവം വെച്ച് അവിടെ കൊണ്ടുപോയി, എത്രയോ സെക്യൂരിറ്റി കഴിഞ്ഞ് കൊണ്ടുപോയി ഒരിടത്ത് സൂക്ഷിച്ചിട്ടാണ് അവരെ അമേരിക്കൻ സോൾജേഴ്സ് വന്ന് എടുത്തുകൊണ്ട് പിക്കപ്പ് ചെയ്ത് രക്ഷിച്ചത്. എങ്ങനെ ഈ പട്ടാപ്പകല് ഇത്ര ആളുകളുടെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ണാൻ തെപ്പിച്ചു? ദൈവത്തിനറിയാം ക്രിസ്തുവിനെക്കാട്ടി വലുതായിട്ട് ശക്തിയൊന്നും ഇല്ലെന്ന്. ദൈവം മനുഷ്യനോട് പറയുമ്പോൾ ഞാൻ ഒന്ന് ഓർക്ക്, യേശു എന്തെങ്കിലും പറയുന്നെങ്കിൽ അതിന് പൂർണ്ണ ബലം കൊടുത്ത് അതിൽ വിശ്വസിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ ഏത് പ്രശ്നവും കർത്താവിൻ്റെ മുമ്പിൽ ഉരുകിപ്പോകും.
നമ്മളത് ഉറച്ചു നിൽക്കണം. നമ്മൾ 1 കൊരിന്ത്യറിൻ്റെ 6:17 ഇങ്ങനെയാണ് വായിക്കുന്നത്: കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവ് ആകുന്നു. ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയുണ്ട്. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ ക്രിസ്തുവുമായിട്ട് ഏകാത്മാവായി മാറുന്നു. അപ്പോൾ ഞാൻ ഒന്നാകുകയാണ്. ക്രിസ്തുവും നമ്മളും ഒന്നായി തീരുന്നു വചനം പറയുന്നു. എൻ്റെ ഭാഷയൊന്നുമല്ല, കർത്താവ് വചനത്തിൽ കൂടെ പറയുന്നു. 1 കൊരിന്ത്യർ 6:17 ഒന്നും കൂടെ വായിക്കാൻ കർത്താവ് പറയുന്നു. അതായത് കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. പിന്നെ പറയുന്നുണ്ട് ഈ 1 കൊരിന്ത്യർ 6:19 പറയും: ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടും. അപ്പോൾ ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഇത് സോയി ലൈഫ്, സോയി എന്ന് പറയുന്നത് ഗ്രീക്കിലെ ജീവനെ കാണിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ജീവൻ എന്നിലിപ്പം പകരാൻ തുടങ്ങി. സോ ഐ ആം ബിക്കം എ പാർട്ടേക്കർ ഓഫ് ദ ഡിവൈൻ നേച്ചർ. എന്നിലിപ്പം ദൈവാത്മാവാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ വചനം കേൾക്കുന്നവരിലും പരിശുദ്ധാത്മാവാണ് പകരുന്നത്. അതൊന്നും ആർക്കും തടസ്സപ്പെടുത്താനൊക്കത്തില്ല. ഒരു ശക്തിക്ക് അത് മാറ്റാനൊക്കത്തില്ല. ഈ വചനം ചെന്ന് കൊണ്ട് പ്രവർത്തിച്ചിട്ടല്ലാതെ തിരിച്ചു വരത്തില്ലെന്ന് എനിക്കറിയാം. അത് ആരുടെ മേൽ, എത്ര പേരുടെ മേൽ കൊള്ളുന്നുള്ള പരിശുദ്ധാത്മാ. പക്ഷേ ഈ വചനം ആർക്കോ വേണ്ടി അയക്കുന്നത് അത് ചെന്ന് കൊണ്ട് പ്രവർത്തിക്കുന്നു. എത്ര മനോഹരമായിട്ട്. അവിടെയാണ് ഗലാത്യരുടെ 2:20: ഞാനോ ക്രൂശിക്കപ്പെട്ടു, ഇനി ഞാനല്ല ജീവിക്കുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇപ്പം ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ പുതിയ ജീവൻ, സോയി ലൈഫ് എന്ന് പറയുന്നത് ദ ലൈഫ് ഓഫ് ഗോഡ് എന്നാണ് സോയിയുടെ അർത്ഥം. അപ്പം ദൈവവുമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞതിനാൽ നിങ്ങളെല്ലാവരും, ഇപ്പോൾ എൻ്റെ ഈ വചനം, ഞാൻ ഈ പറഞ്ഞ വചനം കേൾക്കുന്നവർ സ്വർഗത്തിൽ അപ്പച്ചൻ്റെ തോട്ടത്തിൽ കൊണ്ടുപോയി ഇരുത്തി കർത്താവിൻ്റെ ജീവവൃക്ഷത്തിൽ ഊഞ്ഞാലിട്ടിട്ട് അതിൽ നമ്മളെ ആട്ടിക്കൊണ്ട് ദൈവം സ്നേഹിക്കുന്നതായിട്ട് കാണുന്നത്. അങ്ങനെ കാണുക. കർത്താവ് ഈ സത്യം അറിഞ്ഞു കഴിയുമ്പോൾ സത്യം നിന്നെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. ഈ ഒരു വലിയ അനുഭവം ഉണ്ട് എന്ന് നമ്മൾ ഈ ജഡം സമ്മതിക്കത്തില്ല കേട്ടോ. പക്ഷേ ഈ ആത്മാവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിച്ച് കണ്ണടച്ച് വിശ്വസിക്കണം. അബ്രഹാം വിശ്വസിച്ചതുപോലെ. അതുകൊണ്ടാണ് അബ്രഹാം പറഞ്ഞോണ്ട് ദൈവം പറഞ്ഞില്ലേ, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു പോലില്ല, ഏത് സ്ഥലമാണെന്ന് പോലും ചോദിച്ചില്ല. നമ്മളോ എപ്പോഴാ, എങ്ങനെ പോകണം, എത്ര പാത്രം എടുക്കണം, വെള്ളം എടുക്കണോ, കാശെടുക്കണോ, ഇതൊന്നും അബ്രഹാം ചോദിച്ചില്ല. അതാണ് പുതിയ ജീവിതം. പിന്നെ കരുതുന്നതും എടുക്കുന്നതും എല്ലാം ദൈവമാണ്. അതായത് ദിനംപ്രതി ഈ ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിലൊക്കെ ഉള്ളിടത്ത് ഞാൻ ഓരോരുത്തടത്തും ഈ കർത്താവിൽ ആശ്രയിക്കുന്ന ഓരോ ഭവനങ്ങളിൽ ചെല്ലുമ്പം അവരുടെ കഴിവിനപ്പുറമായിട്ട് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നവരൊന്ന് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ അതിശയം, കർത്താവ് ജീവിക്കുന്ന ഒരു ദൈവം ഇപ്പോഴും ഉണ്ട്. പുതിയ സൃഷ്ടികൾക്കാണിത് ആവശ്യം. ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നതെന്ന്, അതിൻ്റെ കൂടെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ്, അതായത് നിത്യമായ ജീവൻ്റെ ഉറവിടമായ ക്രിസ്തുവിൽ നിന്ന് ഒരു പുതുജീവൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്കിന്ന് തന്നിരിക്കുക. മറക്കല്ലേ, പഴയ ആദം പൊങ്ങി വരാൻ അനുവദിക്കല്ലേ, കുഴിച്ചു മൂടിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, പഴയ ആദത്തിനെ അവൻ്റെ സകല ജഡത്തിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിൻ്റെ അടിയിൽ തറച്ചു വെച്ചു എന്നുള്ളത് എത്ര സത്യമാണ് പിച്ച. അതിനെയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞേച്ച് പുതിയ ആദമാവുന്ന ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിനെ ധരിക്കുവാൻ നീ ഞങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങളെ ഏദൻ തോട്ടത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറ്റി. ഇത് ഹൃദയത്തിലാണ് നടക്കുന്നത്. ഞങ്ങളും നീയുമായിട്ടുള്ള ആ സ്വർഗത്തിലെ അനുഭവത്തിൽ കർത്താവിൻ്റെ ജീവവൃക്ഷത്തിന്മേൽ കർത്താവ് ഊഞ്ഞാലിട്ടിട്ട് അതിൽ തൻ്റെ മക്കളെ ഇരുത്തി സന്തോഷിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് നീ കൊണ്ടുവരുന്നു. അത് നിനക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവവും നമ്മളുമായിട്ടുള്ള ഉറ്റ ബന്ധം പരിശുദ്ധാത്മാവ് വ്യക്തിപരമായിട്ടാണ് ചെയ്യുന്നത്. അത് വേറൊരാളിൽ കൂടെ നടക്കുന്നില്ലായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷേ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയെ ആകർഷിച്ചാൽ അത് ആകർഷിച്ചു തന്നെ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ആകർഷിച്ച് കൊണ്ടുവന്ന് നിൻ്റെ പറുദീസയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാം ചപ്പും ചവറും എണ്ണി പൗലോസ് മാറിയതെങ്കിൽ അതുപോലെ ഓരോ വ്യക്തിയും ഇപ്പോഴും നീ മാറ്റിക്കൊണ്ടിരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. ഈ സ്വർഗീയ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഈ സത്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പം ഗോ ആൻഡ് ടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗുഡ് ന്യൂസ് പറയാനേ പറയുന്നുള്ളൂ. വചനം ചെന്ന് ദേശത്ത് നാനാഭാഗത്ത് ചെന്ന് പടർന്നിട്ട് പുതിയ ജീവിതമുള്ള വ്യക്തികളായിട്ട് ജയജീവിതം
ക്രിസ്തുവിലുള്ള ജയജീവിതം, മനുഷ്യൻ്റെ മുമ്പിലല്ല, ക്രിസ്തുവിലുള്ള ജയജീവിതം, നിലനിൽക്കുന്നതായ സമാധാനം കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നിറച്ചിരിക്കുന്നു. മനുഷ്യൻ കാണുന്ന കണ്ണുകൊണ്ടല്ലല്ലോ കർത്താവെ നീ ചെയ്തത്, അങ്ങനെ നീ ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.